നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞതല്ലേ സോണിയ, കൂടെ കൂടെ എന്നെ വിളിക്കരുതെന്ന്. അന്വേഷിച്ച് നടന്നതിന്റെ ഉത്തരം കിട്ടിയാ വിളിക്കേണ്ട മേഡം. ശ്യാമ മേഡത്തിന്റെ ഛായുള്ള പെൺകുട്ടി ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മകളാ. എന്താ അമ്മേ? കണ്ടില്ലേ ഒരുത്തി ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത്? സിനിമാക്കാരുടെ കൂടെ പോവാനാ. പോവണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കഷ്ടല്ലേ അമ്മേ? ദേവേട്ടൻ അവരോട് വാക്ക് പറഞ്ഞതല്ലേ ഇവിടെ അങ്ങോട്ട് അയക്കാന്ന്. അത് തെറ്റിക്കുന്നത് ശരിയാണോ? അവരാരാ? ഇന്നലെ വന്ന് കണ്ട് പരിചയപ്പെട്ട ഒരുത്തി. അവരോട് വാക്ക് പാലിക്കാൻ മാത്രം ഇത്ര നിർബന്ധം കാണിക്കുന്നത് എന്തിനാ? ഏതായാലും മോള് റെഡിയായില്ലേ അമ്മേ? പോയിട്ട് വരട്ടെ. അനുവദിച്ചു കൊടുത്തോ? അവസാനം നോക്കിക്കോ, ഇങ്ങനെയുള്ള ആളുകൾ ഈ വീട്ടിൽ വന്നു കയറി നേരങ്ങും. അതിനൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കാൻ നീ നിന്റെ ഭർത്താവും. എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ. പക്ഷെ ഇതൊന്നും നല്ലതിനല്ല. അത് മാത്രം ആലോചിച്ചാ മതി. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട, പോയിട്ട് വാ. ആഹാ, ഈ ഡ്രസ് എന്റെ കുട്ടിക്ക് നന്നായി ചേരുന്നുണ്ട്. എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്നാ വിനയ മാഡം പറഞ്ഞതമ്മേ. ഞാനിത് എന്താന്നറിയാനുള്ള വെപ്രാളത്തിലാ. അതിനെന്താ? എന്തായാലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ മുത്തശ്ശി നല്ലൊരു വാക്ക് പറയൂന്ന് നീ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇന്നും അതുണ്ടായില്ല, അത്രേ ഉള്ളൂ. അവര് നല്ല സ്നേഹമുള്ള സ്ത്രീയാ. നിന്നെ നോക്കിക്കോളൂന്ന് അമ്മയ്ക്കറിയാം. എന്നാ ഞാൻ പോട്ടെ. അതെ, തിരിച്ചു വരുമ്പോ മുത്തശ്ശേനെ ഇവിടെ കേറ്റുവോ? മുത്തശ്ശി കേറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാൻ കേറ്റിക്കോളാം. പോയിട്ട് വരാം. പോയിട്ട് വാ. തിരുമേനി, എന്താ മോളെ? ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോ അച്ഛനൊന്ന് വിളിക്കാൻ തോന്നി. അത് നല്ല കാര്യ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വിളിക്കുകയായിരുന്നെങ്കില് ഏതു നേരവും മോളുടെ കാര്യങ്ങൾ അച്ഛൻ അറിഞ്ഞോണ്ടിരിക്കാലോ. അതൊരു മനസമാധാനാവും. എന്റെ കാര്യത്തിൽ അച്ഛൻ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കേണ്ടത്, അതോ മറ്റു വല്ലവരും പറയുന്ന കേട്ടാണോ? എന്താ ഇങ്ങനെ ഒരു ചോദ്യം? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഓരോ ആളുകൾക്കും ഓരോ ലക്ഷ്യം കാണുമല്ലോ. ആ ലക്ഷ്യം നടപ്പിലാക്കി എടുക്കാനല്ലേ ജീവിതം കൊണ്ട് ശ്രമിക്കേണ്ടത്. ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാവണം. അത് നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും വേണം. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മാത്രമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു കുടുംബത്തിന്റെ ഭാഗമാണ്, സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പോ അതിൻ്റെതായ നിയന്ത്രണങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അത് നമ്മൾ പാലിക്കുകയും ശീലിക്കുകയും വേണം. അപ്പോ ലക്ഷ്യങ്ങൾ മറന്ന് നമ്മൾ മുന്നോട്ട് പോണോന്നാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? മോളെ, വെള്ളം അന്വേഷിച്ച് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്ന് നമുക്ക് വെള്ളം കണ്ടെത്തുകയും ചെയ്യാം. പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാള് രണ്ടാമത് പറഞ്ഞതാവും ചെയ്യാം. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് അന്തം വിടുക, അവരോടൊപ്പം ഞാൻ എത്തിയില്ലല്ലോ എന്ന് പരിതപിക്കുക, ഇതൊന്നും നല്ല കാര്യമല്ല. നമുക്ക് വിധിച്ച സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. എന്തായാലും അച്ഛന് സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും മോൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ എന്നെപ്പറ്റി അഭിമാനിക്കും. ഞാനൊരു ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോ ഞാൻ നടന്ന വഴികളൊക്കെ അച്ഛന് നല്ലതായിട്ട് തോന്നും. എന്നാ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ അച്ഛാ? സത്യത്തില് ഇത് ചോദിക്കാൻ വേണ്ടി തന്നെയാണോ മോളെന്നെ വിളിച്ചത്? ഏയ് അല്ലച്ചാ,
ഞാൻ വിളിച്ചപ്പോ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി. ആ നമസ്കാരം തിരുമേനി. നമസ്കാരം. തൊഴാൻ നിൽക്കുമ്പോ ഞാൻ തിരുമേനിയുടെ വാക്കുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല ഉപദേശങ്ങൾ ആര് പറയുന്നതും ശ്രദ്ധിക്കണമെന്നാണല്ലോ. അതെ അതെ, അങ്ങനെയുണ്ട്. പക്ഷേ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ മനസ്സ് പൂർണ്ണമായും അവിടെ ആയിരിക്കണമെന്നുണ്ട്. ഭക്തരൊക്കെ ഇതുപോലുള്ള ഉപദേശത്തിന് എപ്പോഴും വിളിക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ ഞാൻ സംസാരിച്ചത് എന്റെ മോളോടാ. മോളെന്ത് ചെയ്യുന്നു? അവളുടെ വിവാഹം ഇപ്പൊ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള ഒരു വലിയ തറവാട്ടിലേക്കാ അവളെ കല്യാണം കഴിച്ചയച്ചത്. പയ്യന്റെ പേര് വരുൺ. തിരുമേനിയുടെ മോളുടെ പേര് പ്രിയങ്ക. പ്രിയങ്ക. അല്ല, ഇതിനു മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെന്നാ. ഇവിടെ അടുത്തൊരു ആവശ്യത്തിന് വന്നപ്പോ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. എന്നാ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. എങ്കി വരട്ടെ. ശരി, സന്തോഷം. ഞാൻ പറഞ്ഞതല്ലേ സോണിയ, കൂടെ കൂടെ എന്നെ വിളിക്കരുതെന്ന്. അന്വേഷിച്ച് നടന്നതിന്റെ ഉത്തരം കിട്ടിയാ വിളിക്കണ്ട മേഡം. ശ്യാമ മേഡത്തിന്റെ ഛായുള്ള പെൺകുട്ടി ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മകളാ. റിയലി? ആ, ശ്യാമ മേഡത്തിന്റെ ഫോട്ടോ കണ്ട് ക്ഷേത്രത്തിൽ വന്ന ഒരു ഭക്ത അത് കൺഫേം ചെയ്തു. പിന്നെ ഞാൻ പൂജാരിയോട് നേരിട്ട് സംസാരിച്ചു. മകളുടെ പേര് പ്രിയങ്ക. ഈ അടുത്താണ് വിവാഹം കഴിഞ്ഞത്. ഭർത്താവിന്റെ പേര് വരുൺ. ഗുഡ്. ഇപ്പോഴാണ് സോണിയ പഴയ പോലീസുകാരിയായത്. ഒരു കാര്യം ചെയ്, നേരെ പ്രിയങ്കയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. അവളെ നേരിട്ട് കാണാൻ. ഓക്കെ മേഡം. എന്റെ വലിയൊരു തെരച്ചിലിനുള്ള ഉത്തരവാ സോണിയ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ വലിയ വലിയ സമ്മാനങ്ങൾക്ക് സോണിയയ്ക്ക് അർഹതയുണ്ട്. താങ്ക് യു മാഡം. ഞാൻ ഇപ്പോ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.